ഇതാണ് മോട്ടോറോള ഏറ്റവും പുതിയ പുറത്തിറക്കിയിരിക്കുന്ന മോട്ടോ G64 എന്ന് പറയുന്ന 5G സ്മാർട്ട് ഫോൺ. 15,000 രൂപയിൽ താഴെ നമുക്കൊരു 5G സ്മാർട്ട് ഫോൺ വാങ്ങാമെന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. ആദ്യം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് വളരെ പെട്ടെന്നൊന്ന് കാണാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് രഹിത ബോക്സിനകത്താണ് മോട്ടോറോളയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള മോട്ടോ G64 വരുന്നത്. ഫോണിന്റെ ബോക്സിനകത്ത് ഇത്തരത്തിൽ യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ സിം ഇജക്ടർ പിൻ, കൂടാതെ ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് ഇത്തരത്തിൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും അതുപോലെ A to C കേബിളുമാണ് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഫോണിന് 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ചാർജർ 33 വാട്ടിൻ്റെതാണ്. ഫോണിനകത്ത് ഇത്തരത്തിൽ കേസ് ഇതുപോലെ ഇട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് മോട്ടോറോള നൽകിയിരിക്കുന്നത്. അടുത്തിടെ വന്ന മോട്ടോറോളയുടെ പല സ്മാർട്ട് ഫോണുകളെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ മോട്ടോ G64 നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് PMMA എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അതായത് നമുക്ക് സിംപ്ലി പോളി കാർബണേറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, പ്ലാസ്റ്റിക് മെറ്റീരിയൽ. അതുപോലെ ഇവിടെ ഒരു മെറ്റാലിക് ക്യാമറ മൊഡ്യൂളിനകത്താണ് ഈ 2 ക്യാമറകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും നമുക്ക് കാണാം. 50 മെഗാ പിക്സലിന്റെ OS ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. മോട്ടോറോളയുടെ ലോഗോ കാണാം. അപ്പോൾ കാണാൻ നല്ല ഒരു ലുക്ക് തന്നെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫ്രെയിം എന്നൊക്കെ പറയുന്നതും പ്ലാസ്റ്റിക് തന്നെയാണ്. വലത് സൈഡിലായിട്ടാണ് വോളിയം റോക്കേസും പവർ ബട്ടണും, താഴെ സ്പീക്കർ ഗ്രില്ല്, Type C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്കും ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡിലായിട്ടാണ് സിം ട്രേ. മുകളിൽ ഇതുപോലെ ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതിയിട്ടുണ്ട്. സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാണാം. ഫോണിനകത്ത് ഇത്തരത്തിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് ഒരേ സമയം നമുക്ക് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇടുക, അല്ലെങ്കിൽ 2 നാനോ സിം കാർഡുകൾ ഒരുമിച്ചും ഉപയോഗിക്കാം. ഇതിന്റെ ഒരു തിക്നെസ് പറഞ്ഞാൽ 8.89 മില്ലിമീറ്റർ ആണ് തിക്നെസ് കുറവെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ വെയിറ്റ് വന്നിട്ട് 192 ഗ്രാം ഭാരമുണ്ട്. അപ്പോൾ ഓർക്ക് 6000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. അതുകൊണ്ടായിരിക്കണം ഒരു അല്പം വെയിറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. എങ്കിലും ഓവർ വെയിറ്റ് ഒന്നുമല്ല, 200 ഗ്രാമിൽ താഴെ ഉള്ളൂ ഭാരം. അടുത്തായിട്ട് ഇതിന്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ 6.5 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ 15,000 രൂപയിൽ താഴെയാണ് വില. പക്ഷേ ഓർക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ AMOLED ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുക്കുന്ന ഫോണുകൾ അടുത്തിടെ നമ്മൾ തന്നെ ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. 2024 തുടങ്ങിയതിന് ശേഷം പുറത്തിറങ്ങിയ മിക്ക ഫോണുകൾ, അതായത് 90% ഫോണുകളിൽ AMOLED ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, വിലക്കുറവ് ഒന്നും നോക്കാതെ തന്നെ. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ഫോണിനകത്ത് IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AMOLED ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്നൊരു അഭിപ്രായമാണ്. അതുപോലെ ഈ ചിഹ്നം അറിയപ്പെടുന്ന ഭാഗമൊക്കെ നോക്കിയാൽ കുറച്ച് ഓവർ സൈസാണ്, എബോ ആവറേജ് സൈസ് ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് സൈസുകൾ ഓക്കെ, എന്നെങ്കിലും ഈ മുകളിലും താഴെയും എബോ ആവറേജ് സൈസാണ് ഈ ഒരു ബെസൽ എന്ന് പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എനിക്ക് അത്ര ഒരു എന്താ പറയുന്നത്, ഈ പ്രൈസ് പോയിന്റിൽ ഇതിൽ നിന്ന് മികച്ച ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഇപ്പോൾ കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ അത്രയ്ക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ അങ്ങ് ഒരു ഫുൾ മാർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഫുൾ HD+ റെസൊല്യൂഷനൊക്കെ എന്തായാലും ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ കോണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പവറുകളൊന്നും വരില്ല. വീണ്ടും പറയുന്നു, AMOLED ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് വെച്ച് ഈ ഒരു ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ ഒരു LCD ഡിസ്പ്ലേ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുകയൊന്നുമില്ല. ഈ പറഞ്ഞ വ്യൂവിംഗ് ആംഗിളിലൊന്നും വിഷയങ്ങളൊന്നുമില്ല. എങ്കിലും AMOLED അത് AMOLED തന്നെയാണ്. അതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്നുള്ള അഭിപ്രായം വീണ്ടും പറയുന്നു. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ പ്രോസറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതായത് MediaTekന്റെ Dimensity 7025 എന്ന് പറയുന്ന പ്രോസസർ. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്ന ഫോൺ എന്ന പ്രത്യേകത മോട്ടോ G64 അവകാശപ്പെട്ടതാണ്. മാത്രമല്ല ഇതൊരു 5G പ്രോസറാണ്. തരക്കേടില്ലാത്ത ഒരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസർ തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഈ ഒരു ഫോൺ അത് 8GB RAM ഇതിന്റെ ബേസ് വേരിയന്റിൽ തന്നെ കൊടുക്കുന്നുണ്ട്. 128GB ആണ് ബേസ് സ്റ്റോറേജ് ഓപ്ഷൻ. അതുപോലെ തന്നെ 12GB RAM 256GB വരെ ഇതിന്റെ ഹയർ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിലും ഫ്രെയിം റേറ്റ് അൾട്രയിലും മാത്രമാണ് കളിക്കാൻ പറ്റുന്നത്. കളിക്കാം എന്നുള്ളത് അല്ലാതെ നല്ല രീതിയിൽ കളിക്കാനൊന്നും ഈ ഒരു ഫോണിനകത്ത് സാധിക്കില്ല. ഫ്രെയിം ഡ്രോപ്പും ലാഗും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കളിക്കാം, വേണമെന്ന് വെച്ചാൽ കളിക്കാം, അത്രേ ഉള്ളൂ. ഡേ ടു ഡേ ആക്ടിവിറ്റീസൊന്നും യാതൊരു പ്രശ്നങ്ങളും ഈ ഒരു ഫോൺ വരുത്തില്ല. എന്തായാലും ഒരു മീഡിയം പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. ബാറ്ററി സൈഡ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 6000 mAh ഒരു ഹെവി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ 95% ഫോണുകളിലും 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇവിടെ 6000 mAh ഉണ്ട്. മാത്രമല്ല മോട്ടോറോളയുടെ യൂസർ ഇന്റർഫേസ് ഒരുവിധം ക്ലീൻ ആയതുകൊണ്ട് തന്നെയും സാധാരണ ഫോണുകൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാറ്ററി ലൈഫ് ലഭിക്കും. ഇവിടെ 6000 mAh ആയതുകൊണ്ട് തന്നെയും കൂടുതൽ ബാറ്ററി ലൈഫ് ലഭിക്കും. അപ്പോൾ ബാറ്ററി സൈഡ് അടിപൊളിയെന്ന് തന്നെയെന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ ഒരു 6000 mAh ചാർജ് ചെയ്യാനായിട്ട് ഫോണിന് 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. എങ്ങനെ ആയാലും എനിക്ക് തോന്നുന്നു 1-2 മണിക്കൂർ കൂടുതലെങ്കിലും എടുക്കും ഇത് ഫുൾ ചാർജ് ആകാൻ. ഈ ഒരു 30 വാട്ടിന്റെ ചാർജിൽ 33 വാട്ടിന്റെ ചാർജറാണ് ഫോണിന്റെ ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ചാർജിംഗ് സ്പീഡ് അറ്റ്ലീസ്റ്റ് ഒരു 65 വാട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്നൊരു അഭിപ്രായവും എനിക്കുണ്ട്. ക്യാമറ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നേരത്തെ കണ്ടതുപോലെ 2 ക്യാമറ, 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഓക്കെ, കൊള്ളാം. രണ്ടാമത്തെ ക്യാമറ വൈഡ് ആംഗിൾ ക്യാമറയാണ്, 8 മെഗാ പിക്സലിൻ്റെതാണ്. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്
തന്നെ നമുക്ക് മാക്രോ ഷോട്ടുകളും ഡെപ്ത് സെൻസ് ചെയ്യുന്ന ഫോട്ടോകളും പോർട്രേറ്റ് ഫോട്ടോകളും ഒക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ വൈഡ് ആംഗിൾ ക്യാമറ ഒരു 3-in-1 ക്യാമറയായിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ 16 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ്. മാക്സിമം നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫുൾ HD റെസൊല്യൂഷൻ വീഡിയോകളാണ്. 4K റെസൊല്യൂഷൻ ബാക്ക് ക്യാമറയിൽ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതും വേണമെങ്കിൽ കുറവായി പറയാം. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ 4K ബാക്ക് ക്യാമറയിൽ കൊടുക്കുന്ന ഫോണുകൾ ഉണ്ട്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 14 കൊടുത്തിരിക്കുന്നു. സാധാരണ മോട്ടോറോള ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ബ്ലോട്ട് വൈസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഒരു സോളിറ്റെയർ എന്ന് പറയുന്ന ഗെയിം ആപ്പ്, അതുപോലെ ഒരു ബ്രെയിൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ്, ഷോപ്പിംഗ് എന്നൊക്കെ പേരിൽ ഇത്തരത്തിൽ കുറെ ആപ്പ് റെക്കമെൻഡേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നെറ്റ് ഇത് കണക്ട് ചെയ്തില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ആ ആപ്പുകൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി വരികയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ വളരെ കുറവാണെങ്കിലും ഉണ്ട്. പക്ഷേ നേരത്തെ ഉള്ള മോട്ടോറോള ഫോണുകളുടെ ഏറ്റവും വലിയ ഗുണം അങ്ങനെ പോലും പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ വരാറില്ലായിരുന്നു ബ്ലോട്ട് വൈസ്. പക്ഷേ ഇവിടെ 1-2 ആപ്ലിക്കേഷൻസ് നമ്മളത് കാണുന്നത്. ഈ ഉദാഹരണത്തിൽ ലിങ്ക്ഡിൻ ഉണ്ട്, അതുപോലെ കൊഡാക് 811 എന്ന് പറഞ്ഞ പേരിൽ ഒരു ആപ്പ് ഉണ്ട്. അങ്ങനെ കുറച്ച് ബ്ലോട്ട് വൈസുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അതൊരിക്കലും മോട്ടോറോള ഫോണുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം കൂടിയാണ്. അതും ഈ ഒരു ഫോണിനകത്തുണ്ട്. അതുപോലെ ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് ഈ ഒരു ഫോണിനകത്ത് ഉറപ്പായും മോട്ടോറോള നൽകുന്നത്. ആൻഡ്രോയിഡ് 15 വരും. എന്നിരുന്നാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ മോട്ടോറോള നൽകും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റീരിയോ സ്പീക്കറുകളാണ്. അതുപോലെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടല്ലോ ഇതിന്റെ മുകളിൽ ഇവിടെ ഡോൾബി അറ്റ്മോസ് എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് എന്തായാലും ഈ ഒരു ഫോണിൽ നിന്ന് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് തന്നെയും ഫിംഗർ പ്രിന്റ് സംവിധാനം സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഇൻ ഡിസ്പ്ലേ അല്ല. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.3 നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് IP52 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോണിനകത്ത് സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ്. മഴത്തുള്ളികളെ ജസ്റ്റ് പ്രതിരോധിക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് സാധിക്കും. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. ഇതിന്റെ ലോഞ്ച് പ്രൈസിംഗ് പ്രകാരം നമുക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള 8GB RAM 128GB 14,999 വാങ്ങാം. വീണ്ടും HDFC ബാങ്ക് കാർഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു 1000 രൂപ കൂടെ കുറയും. അതായത് 13,999 നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. അപ്പോൾ ആ പ്രൈസിൽ മോട്ടോറോളയുടെ ഒരു 5G സ്മാർട്ട് ഫോൺ എന്ന നിലയിലാണ് ഇതിനെ നോക്കി കാണേണ്ടത്. പക്ഷേ എനിക്ക് ഈ ഒരു ഫോൺ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ചില കുറവുകൾ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനകത്ത് കാണുന്നുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ IPS LCD ഡിസ്പ്ലേ, ഈ പ്രൈസ് പോയിന്റിൽ AMOLED ഡിസ്പ്ലേ വിത്ത് 120Hz റിഫ്രഷ് റേറ്റ് നൽകുന്ന ഫോണുണ്ട്. അപ്പോൾ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും സൈഡ് മൗണ്ടഡ് ആയിട്ട് മാറി ഫിംഗർ പ്രിന്റ് ഈ പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കൊടുക്കുന്ന ഫോണുകളുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ 6000 mAh ബാറ്ററി ഒരു ഗുണമാണെങ്കിലും ഇതിനകത്തുള്ള ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് 30 വാട്ടേ ഉള്ളൂ എന്നുള്ളതും വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാൻ സാധിക്കും. കൂടാതെ ഈ ഒരു ഫോണിനകത്ത് മോട്ടോറോള ഫോൺ ആയിട്ട് പോലും കുറച്ച് ബ്ലോട്ട് വേസുകളും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഒരു ഫോണിനകത്ത് കുറവുകളായിട്ട് കണ്ടത്. അതർവൈസ് ഓക്കെ എന്നുള്ള ഒരു സ്മാർട്ട് ഫോണാണ് മോട്ടോറോള G64.